എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഫിസിക്സ് എക്സാമിന് വേണ്ടിയുള്ള ആദ്യത്തെ 10 ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഷുവറായിട്ടും സ്ഥിരം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അതിൽ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കൂളംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂളംസ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റും ഇക്വേഷനും ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദി ഇക്വിറ്റോറിയൽ ലൈൻ. ഇലക്ട്രിക് ഡൈപോളും അതിന്റെ ആക്സിയൽ ലൈനിലെയും ഇക്വിറ്റോറിയൽ ലൈനിലെയും അതിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഗോസസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രൂഫും പഠിക്കണം. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോമിലി ചാർജ്ഡ് വയർ കേട്ടോ. ചാർജ്ഡ് വയർ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോമിലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കേട്ടോ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ യൂണിഫോമിലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ല്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെയാണ്. കൂളംസ് ലോ ഉണ്ട്, അതുപോലെ തന്നെ ഗോസസ് ലോ അതിന്റെ ആപ്ലിക്കേഷൻ അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ഗോസസ് ലോ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനും ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ ബേസിലുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അതിന്റെ പ്രോപ്പർട്ടീസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ 2 മാർക്കിന്റെ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ഉള്ളത് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പിന്നെ എന്താണ് ഒബ്റ്റൈൻ ദ ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. കപ്പാസിറ്ററിന്റെ സീരീസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ഷുവറായിട്ടും പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മസ്റ്റ് ആയിട്ടും പഠിക്കുക. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ആദ്യമേ തന്നെ നമുക്ക് ഓംസ് ലോ പഠിക്കാണ്ട് കേട്ടോ. ഓംസ് ലോ പഠിക്കാണ്ട് അത് നിങ്ങൾ നോക്കിക്കണം. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി അതിന്റെ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്രിച്ചോഫ്സ് ലോ കേട്ടോ. ക്രിച്ചോഫ്സ് ലോ 2 ലോയും ചോദിക്കാറുണ്ട്. ജംഗ്ഷൻ റോൾ അല്ലെങ്കിൽ കറണ്ട് ലോ, അപ്പോൾ തന്നെ ലൂപ്പ് റോൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷുവറായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെയുള്ളത് വീസ്റ്റേൺ ബ്രിഡ്ജ് കേട്ടോ. വീസ്റ്റേൺ ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ വീസ്റ്റേൺ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ക്രിച്ചോഫ്സ് ലോയും വീസ്റ്റേൺ ബ്രിഡ്ജും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവില്ല കേട്ടോ. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ബിഹൈൻഡ് വർക്കിംഗ് ഓഫ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വീസ്റ്റേൺ പ്രിൻസിപ്പിൾ തന്നെയാണ്. സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുക. നാലാമത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിലെ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കേട്ടോ. ദെൻ ബയോട്ട് സാവർട്ട്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോട്ട് സാവർട്ട്സ് ലോ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്, അതും ചോദിച്ചു കാണാറുണ്ട്. പിന്നെ ആംബിയർ സർക്യൂട്ട് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംബിയർ സർക്യൂട്ട് തിയറം അതിന്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതിന് സ്ട്രേറ്റ് ഇൻഫിനിറ്റ് കറന്റ് ക്യാരിങ് വയർ ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഷുവറായിട്ടും പഠിച്ചോണം കേട്ടോ. പിന്നെ എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഉണ്ട്. അതിൽ ഏതെങ്കിലും കൺവേർഷൻ, അതായത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമീറ്റർ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബയോട്ട് സാവർട്ട്സ് ലോ ഒക്കെ 2 മാർക്സിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഒക്കെ കൂട്ടി 2 മാർക്സോ 3 മാർക്സോ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ഒക്കെ ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, അത് പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാ പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പൊ ഈ ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും അതുപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഡിഫറൻസും കൃത്യമായിട്ട് പഠിച്ചോളുക.
പിന്നെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ പഠിക്കുക, ലെൻസ് ലോ പഠിക്കുക, പിന്നെ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക, അതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ അതും പഠിക്കണം, എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ്, then obtain the energy കേട്ടോ, obtain the energy stored in an inductor. പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ എ സി ജനറേറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. obtain the expression for AC voltage produced in an AC generator. AC ജനറേറ്ററിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്. എന്താണ് എ സി ജനറേറ്റർ, അതിൽ എ സി വോൾട്ടേജിന്റെ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഫാരഡേസ് ലോ 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്ഷനും കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ലെൻസസ് ലോയും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ പഠിക്കാനുള്ളത് എ സി വോൾട്ടേജ് കേട്ടോ, എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, ഉറപ്പാണ് കേട്ടോ. അതുപോലെ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കേട്ടോ. അതുപോലെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്ററോ, ഇൻഡക്ടറോ, കപ്പാസിറ്ററോ അതിലേതെങ്കിലും ചോദിക്കുക. എന്നിട്ട് അതിന്റെ ഫേസർ ഡയഗ്രാം കൂടെ ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും കേസിലുള്ളതാണ് കേട്ടോ. അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏത്, സീരീസ് LCR സർക്യൂട്ട് കേട്ടോ. അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാണ്. ഇംപെഡൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങൾ കേട്ടോ. സീരീസ് LCR സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത് അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഫേസർ ഡയഗ്രാം ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. പിന്നെന്താണ് obtain the expression for power in an AC സർക്യൂട്ട്, അത് പഠിക്കണം. ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്, അത് പഠിക്കുക. പിന്നെ എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ക്ലിയർ ആയല്ലോ. പിന്നെ 8ാമത്തെ ചാപ്റ്ററിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചാപ്റ്ററാണ്, 2-3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസോട് ചോദിക്കാറുള്ളൂ. എങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. വേവ്സുകൾ ഉണ്ടല്ലോ, വേവ്സുകളുണ്ട്, എക്സ്റേ, ഗാമാറ, അങ്ങനെയുള്ള വേവ്സുകൾ പഠിക്കുക. ആ വേവ്സിന്റെ യൂസസുകളും കാര്യങ്ങളും പഠിക്കണം കേട്ടോ. യൂസസ് അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഇൻക്രീസിങ് ഓർഡർ, വേവ് ലെന്തിന്റെ ഇൻക്രീസിങ് ഓർഡറോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക, അതിന്റെ യൂസസ് പഠിക്കുക, പിന്നെ അതിന്റെ വേവ് ലെന്തിന്റെ ഓർഡർ ഒന്ന് ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. then അടുത്ത 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് അത് കൃത്യമായിട്ട് പഠിച്ചോണം. അതായത് R = 2F എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മിറർ ഇക്വേഷൻ, എസ്സേ ക്വസ്റ്റ്യൻ ആണ് മിറർ ഇക്വേഷൻ, അല്ലെങ്കിൽ 2 മാർക്സിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കും, അതും പഠിക്കുക. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, അത് പഠിച്ചോളുക. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കുക. ടോട്ടൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പിന്നെ അനദർ എസ്സേ ടൈപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം, ഷുവറായിട്ടും പഠിച്ചോണം. പിന്നെ മറ്റൊരു എസ്സേ ടൈപ്പ് ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. മനസ്സിലായല്ലോ. അപ്പൊ ഈ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്കറിയാം പ്രാക്ടിക്കലിനൊക്കെ ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 സെക്ഷനാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അനദർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിന്റെ കേസിലാണ്, അതും എസ്സേ ടൈപ്പ് ഒക്കെ ചോദിക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടെലിസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതും ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാം, എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പ്രിസത്തിനും അതുപോലെ തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് കേട്ടോ. മിറർ ഇക്വേഷൻ 2 മാർക്സിന്റെ 3 മാർക്സിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെങ്കിലും ഷുവറായിട്ട് പഠിക്കുക. then അടുത്ത 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. അതിൽ ഹൈജീൻസ് പ്രിൻസിപ്പിൾ പഠിക്കുക കേട്ടോ. ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ അതിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് റിഫ്രാക്ഷൻ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ, അത് പഠിക്കണം. പിന്നെ ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്ലെയിൻ വേവിന്റെ കേസിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ, അതും ഹൈജീൻസ് പ്രിൻസിപ്പിൾ
then അടുത്ത 10ാമത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്. അതിൽ ഹൈജീൻസ് പ്രിൻസിപ്പിൾ പഠിക്കുക കേട്ടോ. ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ലോ ഓഫ് റിഫ്രാക്ഷൻ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ, അത് പഠിക്കണം. പിന്നെ ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്ലെയിൻ വേവിന്റെ കേസിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ, അതും ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്ന ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും കിട്ടുന്നതിന്റെ ആ ഇക്വേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. പിന്നെ സ്റ്റേറ്റ് മാലസ് ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞു പോയത്. ഇപ്പം ആദ്യത്തെ 4 ചാപ്റ്റർ ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാർജ്, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെ, അതും അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഈ 4 ചാപ്റ്ററിന് വെയിറ്റേജ് കൂടുതലുള്ളതാണ്. അപ്പൊ ഈ 4 ചാപ്റ്ററിലും ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ 9ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, റേ ഒപ്റ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഷുവറായിട്ടും പഠിക്കുക കേട്ടോ. ബാക്കിയൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വീഡിയോസുകളൊക്കെ നമ്മൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഷോർട്ടായിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ എക്സാം നല്ലോണം എഴുതാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.